അക്കൗണ്ടിംഗ് ലെജൻഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ നമ്മൾ 4 കാറ്റഗറിയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആയ എന്താണ് അസംപ്ഷൻസ് ഓർ കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ബേസിക്കലി നമുക്കൊരു 4 കോൺസെപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 4 കോൺസെപ്റ്റ്? അക്കൗണ്ടിംഗ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾസ്, അതുപോലെ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, മണി മെഷർമെന്റ് ആൻഡ് ലാസ്റ്റ് വൺ എന്താണ് അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ്. എന്താണ് ഇവ മെയിൻ ചെയ്യുന്നതെന്ന് ആ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇന്ന് നമ്മൾ ഇതിന്റെ സെക്കൻഡ്, ദാറ്റ് ഈസ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിലെ സെക്കൻഡ് ആയ പ്രിൻസിപ്പിൾസ് എന്താണ് അല്ലെങ്കിൽ കൺവെൻഷൻസ് എന്താണെന്നാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് ചെറിയൊരു ബേസിക് ഐഡിയ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കൺവെൻഷൻ അല്ലെങ്കിൽ എന്താണ് പ്രിൻസിപ്പിൾസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ 6 കൺവെൻഷൻസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്, അല്ലെങ്കിൽ 6 പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? റവന്യൂ റിയലൈസേഷൻ. റവന്യൂ റിയലൈസേഷൻ എന്ന് മീൻ ചെയ്യുന്നത് എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. In accounting terminology, revenue is the amount earned by the sale of goods or providing a services. This concept deals with the point of time at which the revenue is earned and the period in which the revenue is to be recorded. ഇതിന്റെ ബേസിക് മീനിങ് എന്ന് പറയുന്നത്, നമ്മൾ റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ് പ്രകാരം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് പ്രകാരം അതാത് വർഷത്തെ സെയില്, അതായത് വർഷത്തെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ സെയിലിലൂടെ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് കൊടുത്തുകൊണ്ടാവാം. ഇത് ഏത് തന്നെയായാലും അതാത് വർഷം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. അത് ചിലപ്പോൾ എന്താണ് കടത്തിനായിരിക്കാം വാങ്ങിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുത്തായിരിക്കും വാങ്ങിക്കുക. ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ക്യാഷ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. എങ്കിൽ കടത്തിന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ തന്നെ നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്തു എന്നും പറഞ്ഞ് റെക്കോർഡ് ചെയ്യണം. ഇതാണ് ഈ പ്രിൻസിപ്പിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താ ഇവിടെ പറയുന്നത്? സെക്കൻഡ് പ്രിൻസിപ്പിൾസ് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെരിഫയബിൾ ഒബ്ജക്റ്റീവ്. വെരിഫയബിൾ ഒബ്ജക്റ്റീവ് എന്നാണ് പറയുന്നത്. എന്താണ് നമുക്ക് നോക്കാം. എന്താണ്? According to this concept, every business record must be based on supported by documentary evidence. We do not pass any entries in the books of account unless there is a voucher for it. This concept advocate the accounting should be free from personal bias. ഇവിടെ മീൻ ചെയ്യുന്നത് വേറൊന്നുമല്ല, ഏതൊരു കാര്യം ബുക്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാലും അത് എന്ത് ചെയ്യണം? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ടായിരിക്കണം. നമ്മളൊരു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ റെക്കോർഡ് ചെയ്യാൻ കാരണമായിട്ടുള്ളത് അതിന്റെ റീസൺ കാണിക്കുന്നതിന് വേണ്ടിയുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുകൾ ഉണ്ടായിരിക്കാം. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനം സെയിൽ നടത്തി കഴിഞ്ഞാൽ അതിന് നമ്മൾ ബില്ല് കൊടുക്കാറുണ്ട് അല്ലെ. ഏതെങ്കിലും ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ഇത്ര ഗുഡ്സ് നമ്മൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബില്ല് കിട്ടാറുണ്ട്. ഈ ബില്ലിനെയാണ് നമ്മൾ അറിയപ്പെടുന്നത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴും അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റോട് കൂടി മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാവൂ. എങ്കിൽ മാത്രമേ ഇൻ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ എന്താണ് അതിന്റെ എന്തുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യാൻ കാരണം, അത് റെക്കോർഡ് ചെയ്യാൻ കാരണം ഇന്നതാണ്. അപ്പൊ അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എവിടെയും ചോദിക്കുമ്പോൾ നമുക്ക് അത് എന്താണ് അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പറഞ്ഞത് കൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തെന്ന് വരാൻ പാടില്ല. ദാറ്റ് ഈസ് പേഴ്സണൽ ബയസ് ഒന്നും അഫക്ട് ചെയ്യാതെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റോടുകൂടി മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യാവൂ എന്നാണ് ഈ ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് കൊണ്ട് പറയുന്നത്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾസ് എന്താ ഇവിടെ പറയുന്നത്? മാച്ചിങ്. മാച്ചിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു വേർഡ് തന്നെയാണ് എന്താണ് മാച്ച് ചെയ്യുക. എന്തൊക്കെ തമ്മിലൊരു മാച്ചിങ് ഉണ്ടായിരിക്കണം. ഇവിടെ എന്താണ് നമ്മൾ നോക്കാം. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ആൻ അക്കൗണ്ടന്റ് ടു ഡിറ്റർമൈൻ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് പീരിയോഡിക്കലി. ദിസ് കോൺസെപ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ കറക്റ്റ് determination of net profit. According to this concept, expenses should be matched with the revenue of the appropriate accounting period to be determined the correct profit or loss for the accounting period. അതായത് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, അതാത് വർഷത്തെ എക്സ്പെൻസും ഇൻകവും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അതാത് വർഷം നമ്മൾ റെക്കോർഡ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ? നമ്മൾ എത്രമാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്തുമാത്രം എമൗണ്ട് ജനറേറ്റ് ചെയ്തു, ഇതിൽ നിന്ന് എന്തുമാത്രം ഡിഫറൻസ് കിട്ടി, ഇതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നറിയപ്പെടുന്നത്. ഇവർ തമ്മിൽ ഒരു മാച്ചിങ് ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 200 rupees ഇൻവെസ്റ്റ് ചെയ്യുകയും എനിക്ക് അതിൽ നിന്ന് ഒരു 300 rupees കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ എന്റെ നെറ്റ് ലാഭം എന്ന് പറയുന്നത് 100 rupees ആയിരിക്കും. ദാറ്റ് ഈസ് എങ്ങനെയാണ് കിട്ടുന്നത്? 300 minus 200 equal to
100. ഇവ തമ്മിലൊരു മാച്ചിങ് ഉണ്ട് അല്ലെ. ഈ ഒരു മാച്ചിങ് എല്ലാ അക്കൗണ്ടിങ് ഇയറിലും നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, എത്ര എമൗണ്ട് കിട്ടി, ഇവ തമ്മിൽ ഡിഫറൻസ് എടുക്കുമ്പോൾ മാച്ചിങ് ഉണ്ടായിരിക്കണം എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ എന്താ ഇവിടെ പറയുന്നത്? ഫുൾ ഡിസ്ക്ലോഷർ. ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡിൽ പറയുന്നത് ഫുൾ ഡിസ്ക്ലോസ് ചെയ്യുക, ഫുൾ നമ്മൾ എന്ത് ചെയ്യാം, കാണിച്ചു കൊടുക്കാൻ റെഡി ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അക്കോർഡിംഗ് ടു ദീസ് കോൺസെപ്റ്റ് ഓൾ സിഗ്നിഫിക്കന്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഇൻഫർമേഷൻ റിലേറ്റീവ് ടു ദ economic affairs of the enterprise should be completely disclosed. The principles of full disclosure require that all the material and the relevant fact concerning financial performance of the enterprises must be fully disclosed in the financial statement, either in the face of the financial statement or on the footnote എന്നാണ് പറയുന്നത്. എന്താണ് നമുക്കൊന്ന് ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ഈ പ്രിൻസിപ്പിൾ പ്രകാരം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് റിലേറ്റിംഗ് ടു ദ എക്കണോമിക് അഫയേഴ്സ്, അത് സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. എന്താണ്, റെക്കോർഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ റെക്കോർഡ് ചെയ്തിരിക്കണം. ഈ പ്രിൻസിപ്പിൾസ് മുഖാന്തരം എന്താണ്, അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിൾസിലൂടെ എന്താണ് പറയുന്നത്, എന്തുമാത്രമാണ് ഇതിന്റെ പെർഫോമൻസ് നമ്മൾ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് ഇയർ നമ്മൾ അനലൈസ് ചെയ്യുകയും മോണിറ്ററി ക്ലെയിംസിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റങ്ങളും നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യുകയും വേണം. ഇൻ കേസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അതിനെ ഫുട് നോട്ട് ആയിട്ടെങ്കിലും നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഇൻ ഫ്യൂച്ചറിൽ ആ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു വെരിഫിക്കേഷൻ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുകയുള്ളൂ എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരാൻ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ഐറ്റം ഇവിടെ റെക്കോർഡ് ചെയ്യാൻ കാരണം എന്ന് മനസ്സിലാകുകയും അത് ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ട രീതിയിലായിരിക്കണം എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടുകളും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ എന്നാണ് ഈ ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഫുൾ ഡിസ്ക്ലോഷർ. എല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. എല്ലാ കാര്യങ്ങളും എല്ലാ ട്രാൻസാക്ഷനും ബുക്സ് ഓഫ് അക്കൗണ്ടിങ് നമ്മൾ എഴുതി റെഡിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ എന്താ ഇവിടെ പറയുന്നത്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പ്രകാരം അല്ലെങ്കിൽ ഡ്യുവൽ ആസ്പെക്ട് മീൻസ്, ഡ്യുവൽ മീൻസ് രണ്ടെന്നുള്ള മീനിങ് ആണ്. ഡ്യുവൽ ആസ്പെക്ട് രണ്ട് സൈഡ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ പറയുന്ന പോലെയാണ്, ഒരു കുന്നിന് ഒരു കുഴിയുണ്ട്, ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട്, ഒരു ഹെഡിന് ഒരു ടൈൽ ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് അക്കൗണ്ടിങ് കാര്യങ്ങൾ ഒരു ട്രാൻസാക്ഷൻ എടുക്കുമ്പോൾ രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടാവും. ദാറ്റ് ഈസ് ഡ്യുവൽ ആസ്പെക്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. എവരി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് ഡബിൾ എഫക്റ്റ്. എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും രണ്ട് എഫക്റ്റ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ എന്താണ്, എവരി ട്രാൻസാക്ഷൻ എഫക്ട് അറ്റ്ലീസ്റ്റ് 2 അക്കൗണ്ട്സ്. ഓരോ ട്രാൻസാക്ഷൻ എടുത്താലും നമ്മൾ രണ്ട് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ് വരുന്നത്, ഇഫ് ദ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് എനി അതർ അക്കൗണ്ട് മസ്റ്റ് ബി ക്രെഡിറ്റഡ്. ഒരു അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ആണെങ്കിൽ ചെയ്യെങ്കിൽ മറ്റൊരു അക്കൗണ്ട് നമ്മൾ തീർച്ചയായിട്ടും എവിടെയെങ്കിലും ക്രെഡിറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ് എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ബേസ്ഡ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ ഈസ് കാൾഡ് ഡബിൾ എൻട്രി സിസ്റ്റം. ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ടെക്നിക്കലി അറിയപ്പെടുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് അവിടെ എന്താണ്, ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് അസറ്റിന് തുല്യമായിരിക്കണം. എന്താണ്, അവിടുത്തെ ക്യാപിറ്റലും അവിടുത്തെ ലയബിലിറ്റിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ അസറ്റിന് തുല്യമായിരിക്കണം എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് അസറ്റ് ഒരു എഫക്റ്റ്, ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ മറ്റൊരു എഫക്റ്റ് ആണ്. ദാറ്റ് ഈസ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ എന്താണ് ഇവിടെ പറയുന്നത്, ലാസ്റ്റ് പ്രിൻസിപ്പിൾസ് ഇവിടെ പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്? ഓരോ ഐറ്റങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഏത് രീതിയിലാണ് വാങ്ങിച്ചത്, അല്ലെങ്കിൽ വാങ്ങിച്ച സമയത്തുള്ള അതിന്റെ വാല്യൂ എത്രയാണ്, ഇതായിരിക്കണം ബുക്സ് ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യാൻ. ദാറ്റ് ഈസ് എന്താണ്, പ്രൊക്യൂർ ചെയ്യുന്ന സമയത്തുള്ള എമൗണ്ട് ആയിരിക്കണം ബുക്സ് ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യാം. ഏതൊരു അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലും അത് റെക്കോർഡ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ആയിരിക്കണം. ആ ഒരു അസറ്റിന് തൊട്ടടുത്ത വർഷം വരുമ്പോൾ അസറ്റിന്റെ വേരിയേഷൻ ഉണ്ടാകും. ദാറ്റ് ഈസ് അസറ്റിന്റെ വില ഇൻക്രീസ് ചെയ്യാം, അതുമല്ലെന്നുണ്ടെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ഇൻ കേസ് ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ഏത് വില മാത്രമേ റെക്കോർഡ് ചെയ്യാവുള്ളൂ, നമ്മൾ വാങ്ങിച്ച സമയത്തുള്ള ഒറിജിനൽ കോസ്റ്റ് മാത്രമേ റെക്കോർഡ് ചെയ്യാവൂ എന്നാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം എന്താ ഇവിടെ മീൻ ചെയ്യുന്നത്, അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് the assets should be recorded in the books of account at their acquisition cost. വാങ്ങിക്കുന്ന സമയത്തുള്ള എത്രയാണോ വില, ആ വിലയായിരിക്കണം ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ. ദിസ് കോസ്റ്റ് ബിക്കം ദ ബേസിസ് ഓഫ് ഓൾ സബ്സിക്വന്റ് അക്കൗണ്ടിങ് ഫോർ ദ അസറ്റ്. എല്ലാ വർഷവും പിന്നെ ഈ ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾ അസറ്റിന്റെ വിലയായിട്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യാൻ. അതുമല്ലാതെ മാർക്കറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് അസറ്റിന്റെ വിലയിൽ നമുക്ക് വേരിയേഷൻ വരുത്തിക്കൊണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ടിങ് ഒരു കാരണവശാലും റെക്കോർഡ് ചെയ്യരുത് എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ബേസിക്കലി നമുക്ക് കൺവെൻഷൻ
അസംഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിന് ബേസിക്കലി നമുക്ക് എത്ര 6 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഈ 6 കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മൊഡ്യൂളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രിൻസിപ്പിൾസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ഇടാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം, അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. സോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.